ശക്തിയുടെ രൂപമായ ദുർഗാദേവി ഒരു വലിയ അസുരനെ, അതായത് മഹിഷാസുരനെ വധിച്ചു. എന്നാൽ ആ ദുരന്തം ഒരു പുതിയ വിപത്തിന്റെ തുടക്കമായിരുന്നു. മഹിഷാസുരന് ഒരു സഹോദരി ഉണ്ടായിരുന്നു, മഹിഷി. സഹോദരന്റെ ഭീകരമായ അന്ത്യം അവളെ കോപത്താൽ ജ്വലിപ്പിച്ചു. പ്രതികാരത്തിന്റെ തീവ്രമായ ദാഹം അവളുടെ ഉള്ളിൽ ആളിക്കത്തി. ദേവന്മാരെയും ലോകത്തെയും തകർക്കാതെ അവൾക്ക് ശാന്തമാകാൻ കഴിയില്ലായിരുന്നു. ലോകത്തെ വെല്ലുവിളിക്കാൻ മഹിഷിക്ക് ശക്തി വേണമായിരുന്നു. അവൾ അതിശക്തമായ തപസ്സിൽ മുഴുകി. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി. ഒടുവിൽ വരം ലഭിച്ചു. ഒരു സാധാരണ വരമല്ല. ഈ ലോകത്ത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും പുത്രന് മാത്രമേ അവളെ വധിക്കാൻ കഴിയൂ എന്നായിരുന്നു. ഒരൊറ്റ പുരുഷനും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അവൾ ദേവലോകത്തേക്ക് ഇരച്ചു കയറി. ദേവന്മാരുടെ സ്വർഗരാജ്യം അവൾ കൈവശപ്പെടുത്തി. മഹിഷിയുടെ ക്രൂരതയിൽ തളർന്ന ദേവന്മാർ ഒടുവിൽ അഭയം തേടിയത് മഹാവിഷ്ണുവിന്റെ കാൽക്കലാണ്. മഹിഷിയുടെ വരത്തെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഈ പ്രതിസന്ധിക്ക് ഒരൊറ്റ പരിഹാരമേ ഉണ്ടായിരുന്നുള്ളൂ: മോഹിനി രൂപം. അമൃത് വീണ്ടെടുക്കാൻ ദേവന്മാരെ ഒരിക്കൽ സഹായിച്ച അഴകിന്റെ രൂപം. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു വീണ്ടും മോഹിനിയുടെ രൂപം സ്വീകരിച്ചു. തുടർന്ന് മഹാദേവൻ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. അവരുടെ ആ സംയോഗത്തിൽ പ്രപഞ്ചത്തിന്റെ എല്ലാ തേജസ്സും ഒരുമിച്ച ഒരു ശിശു ജനിച്ചു. മഹിഷിയെ നശിപ്പിച്ച് ലോകത്തിന് സമാധാനം നൽകാൻ വേണ്ടിയുള്ള ആ ദിവ്യ അവതാരമായിരുന്നു അത്. അതേസമയം ഭൂമിയിൽ പന്തള രാജാവായിരുന്നു രാജശേഖരൻ. അദ്ദേഹത്തിന് മക്കളില്ലാത്തതിന്റെ ദുഃഖം മനസ്സിൽ പേറി നടക്കുകയായിരുന്നു. ഒരു ദിവസം രാജാവ് വേട്ടയാടി അവശനായി പമ്പാ നദിയുടെ തീരത്തുള്ള വനത്തിൽ വിശ്രമിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ കരച്ചിൽ അദ്ദേഹത്തിന്റെ കാതിൽ പതിച്ചു. രാജാവ് ആ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ തളർന്നുപോയ രാജാവ് കണ്ടത് സർവ്വ തേജസ്സോടുകൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു ദിവ്യ ശിശുവിനെയായിരുന്നു. വാത്സല്യം കൊണ്ട് രാജാവ് ആ ഉണ്ണിയെ വാരിയെടുത്തു. അത്ഭുതം എന്നോണം പെട്ടെന്ന് തന്നെ അവിടെ ഒരു താപസൻ പ്രത്യക്ഷപ്പെട്ടു. ആ താപസൻ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു: മഹാരാജ, ഈ കുട്ടിയെ അങ്ങ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുക. ഇവൻ അങ്ങയുടെ എല്ലാ ദുരിതങ്ങളെയും ലഘൂകരിക്കും. അവന്റെ 12ാമത്തെ വയസ്സിൽ ഇവന്റെ ദൈവീകത അങ്ങയ്ക്ക് മനസ്സിലാകും. തുടർന്ന് ആ മുനി കുഞ്ഞിന്റെ കഴുത്തിലെ ആ തിളങ്ങുന്ന മണി ചൂണ്ടിക്കാട്ടി രാജാവിനോട് പറഞ്ഞു: ഇന്നു മുതൽ ഇവൻ മണികണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടും. സന്തോഷഭരിതനായ രാജാവ് മണികണ്ഠനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും രാജകുമാരന് നൽകേണ്ട എല്ലാ വാത്സല്യത്തോടെയും അവനെ വളർത്തുകയും ചെയ്തു. മഹിഷിയെ നിഗ്രഹിച്ച് ലോകത്തിന് ശാന്തി നൽകാൻ നിയോഗിക്കപ്പെട്ട ആ അവതാരമൂർത്തിയുടെ ബാല്യമായിരുന്നു അത്. രാജാവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആ താപസൻ സാക്ഷാൽ മഹാദേവനായിരുന്നു. ഹരിഹരപുത്രൻ സ്വാമിയെ ശരണമയ്യപ്പ.